പ്രൈസ് ദി ലോർഡ്. കർത്താദാസൻ രഞ്ജിത് ബാബു ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ മനോഹരമായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ, യേശു സകലത്തിലും വലിയവൻ, യേശു അല്ലാതെ വലിയവൻ ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിന്റെ മേലും യേശു വലിയവനാണ്. നമ്മൾ ഈ പഴയ നിയമത്തിന്റെ സിസ്റ്റത്തിനകത്ത് പലപ്പോഴും കിടക്കുന്നത് കൊണ്ട് നമുക്ക് പുതിയ നിയമത്തിന്റെ സിസ്റ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പോകുന്നു. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകുന്ന ഉടനെ നമ്മൾ പുതിയ നിയമത്തിന്റെ നന്മകൾ നമുക്ക് പ്രാപിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. യേശു നമുക്ക് വേണ്ടി സകലതും ചെയ്തു. നമ്മള് ദാസന്മാരല്ല, മക്കളാണ്. ഒരു വലിയ പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് യേശു യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ എന്നുള്ള വിഷയമാണ്. അതിനകത്തിൽ ഒരുപാട് ആഴങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ഏത് പദവിയിലാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇന്നലെയാണോ ഇന്നലെ വൈകുന്നേരം ഇന്നലെ ബുധനാഴ്ച വൈകിട്ടത്തെ ഗോസ്പൽ TV UPക്കകത്ത് ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെ, നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമായിരിക്കും, മോദി ഒരു വലിയ കാര്യങ്ങള് നമ്മുടെ ജനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തിലെ ഗ്യാസ് ലൈന്, അതുപോലെ തന്നെ വേറെ ഏതാണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഇതൊന്നും അധികം ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. എന്താ കിട്ടാത്തത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചോണ്ടേ അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അപ്രൂവൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് കേന്ദ്രത്തിൽ നിന്നാണ് കിട്ടുന്നതെന്ന് നമ്മൾ അറിയാതിരിക്കുന്നതിന് വേണ്ടി നമ്മളെ മറച്ചു വെച്ചിട്ട് ഇത് ഞങ്ങളാണ് ചെയ്യുന്നതെന്നുള്ള ഭാവത്തിൽ അവർ ചെയ്യുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അടുത്തുള്ള മുനിസിപ്പാലിറ്റി ചെല്ലുന്നു, പഞ്ചായത്തിൽ ചെല്ലുന്നു, MLA കാണുന്നു, MP കാണുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു. ഈ നിങ്ങൾക്ക് അനേകർക്ക് കിട്ടേണ്ടിയ പെൻഷൻ ഒന്നും കിട്ടുന്നൊന്നുമില്ല. പക്ഷെ കേന്ദ്രം പൈസ കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് കിട്ടുന്നില്ല. എന്താ കിട്ടാത്തത്? ഇത് തന്നെയാണ് നമ്മുടെയും പ്രശ്നം. സ്വർഗത്തിലെ കേന്ദ്രം നമുക്കെല്ലാം തന്നിട്ടുണ്ട്, സ്വർഗീയ ഗവൺമെന്റ്. പക്ഷെ ഇത് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നില്ല. ഇത് വാങ്ങാൻ നമ്മൾ പഠിക്കത്തില്ല. നമ്മളിവിടെ പഞ്ചായത്തിലും പോയി, മുനിസിപ്പാലിറ്റിയിലും പോയി, മുഖ്യമന്ത്രിയെ കണ്ട്, MLA കണ്ട്, MP കണ്ട് നടക്കുന്നെന്ന് പറഞ്ഞ മാതിരി നമ്മളിങ്ങനെ ചുറ്റി കറങ്ങി, നാട് ചുറ്റി, ഓടി ചുറ്റി, കരഞ്ഞു വിളിച്ച് നടക്കുകയാണ്. നേരിട്ട് അനുഭവിക്കാൻ നമുക്ക് തന്നിട്ട് നമ്മൾ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള, ഈ ലോകത്തിൽ നമ്മൾ കുറച്ചു കാലമേ ഉള്ളൂ, നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാ നന്മകളും ഇറ്റ്സ് പ്രൊവൈഡഡ്, നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് സ്വീകരിച്ചെടുക്കേണ്ടതെന്നുള്ള വിധങ്ങളെ കുറിച്ച് നിങ്ങളെ ഞാൻ പല രീതിയിലും, പല ഭാഷത്തിലും, പല ഭാവത്തിലും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അനുസരിക്കുന്നവർക്ക് അത് കിട്ടും. ഓക്കെ, ഇന്ന് നമ്മൾ യേശു യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. മാത്യു ചാപ്റ്റർ 3 വേഴ്സസ് 11 to 14. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ. മാത്യു ചാപ്റ്റർ 13 അല്ല, 3 ചാപ്റ്റർ 3:11 to 14. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നെക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവയ്ക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അനന്തരം
യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ യേശു ദൈവപുത്രനാണ്. ദൈവപുത്രന് സ്നാനം ഏൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഞാനിത് ഒത്തിരി പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഉണ്ടായിരുന്നോ? ആരെങ്കിലും പറഞ്ഞു ഉണ്ടായിരുന്നോ? യേശുവിന് സ്നാനം ആവശ്യമായിരുന്നു, ഏൽക്കേണ്ടി അവന്റെ കാര്യമുണ്ട്. അല്ല, ദൈവം നമ്മളെ പോലൊരു അയ്യോ, അപ്പൊ നിങ്ങളെ പഠിപ്പിച്ചത് എന്റെ ചെവി, നിങ്ങളുടെ ചെവിയുടെ ഒരു ചെവി പോലും കേറിയിട്ടില്ല. he took the human form. അതുകൊണ്ട് മനുഷ്യൻ, നമ്മളെ പോലെ മനുഷ്യന്. ഓക്കെ, താങ്ക് യു. അറ്റ് യു ടേക്ക് എൻ എഫേർട്ട് ടു സേ ദാറ്റ്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാനിത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ ചെവിയിലോട്ട് കയറുന്നില്ല. എന്തുകൊണ്ടാ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ദൈവവചനത്തിന്റെ സത്യങ്ങളെ അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. ഞാൻ ഇനി വേറൊരു ചോദ്യം ചോദിക്കാം. യേശുവിന് സ്നാനം ആവശ്യമായിരുന്നോ, അത്യാവശ്യമായിരുന്നോ, ആവശ്യമില്ലായിരുന്നോ? 3 ചോദ്യം. ആവശ്യമായിരുന്നോ, ആവശ്യമില്ലായിരുന്നോ, അത്യാവശ്യമായിരുന്നോ? ആവശ്യമായിരുന്നു. എന്തുകൊണ്ട്? ആവശ്യമായിരുന്നു. എന്തുകൊണ്ട്? പുത്രനായതുകൊണ്ട്, മനുഷ്യപുത്രനായതുകൊണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, സാജു ബ്രദറിന്റെ UP സാജു ബ്രദറിന്റെ അതിനകത്ത് ഞാൻ സ്നാനത്തെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. 1.5 മണിക്കൂറുണ്ട്. അത് 30,000 പേരിലധികം പേര് കണ്ടിട്ടുണ്ട്. അത് പോയി കേൾക്ക്. യേശുവിന് സ്നാനം അത്യാവശ്യമായിരുന്നു. ഇത് നിങ്ങളെ പല പ്രാവശ്യം പഠിപ്പിച്ചാണ്. എന്തായിരുന്നു? അത്യാവശ്യമായിരുന്നു. അതിന് 2 വാക്യം താഴോട്ട് വായിച്ചാണ്, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. വായിച്ചു. ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവൻ തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. മതി. ഈ വചനം എവിടെ നിന്ന് വന്നതാണ്? ഇപ്പൊ വൈദിയേക്കുന്ന കോട്ട് ചെയ്തേക്കുന്ന വചനം എവിടെ നിന്ന് വന്നതാണ്? സ്വർഗത്തുനിന്നും. അത് നിങ്ങളുടെ ബൈബിളിനകത്ത് ഒരു കൊട്ടേഷനകത്താണോ അത് എഴുതിയേക്കുന്നത്? ആണോ? ആണോ? അപ്പൊ അത് പഴയ നിയമത്തിൽ എവിടെ എഴുതിയിരിക്കുന്നത്? ബൈബിൾ തുറന്ന് നോക്കി. അത് പഴയ നിയമത്തിൽ 2-ാം സങ്കീർത്തനത്തിലാണ് എഴുതിയിരിക്കുന്നത്. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? 2-ാം സങ്കീർത്തനം. 2-ാം സങ്കീർത്തനം. 2-ാം സങ്കീർത്തനത്തിന്റെ 6, 7, 8 വാക്യം ഒന്ന് വായിച്ചേ. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. പിന്നെ ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അത് ഇംഗ്ലീഷ് വായിച്ചാൽ. Psalms 2:6 തൊട്ടാണോ? 6 and 7. Yet have I set my king upon my holy hill of Zion. I will declare the decree. The Lord had said unto me, you are my son. This day I have begotten you. Thank you, Susan. Tell me, when did he say, I declare a decree? When did he declare the decree? When he was on the holy hill of Zion. No. When he took the water baptism, then he said, you are my beloved son. Yes. When he declared the decree. ഡിക്രി ഡിക്ലെയർ ചെയ്തത് എപ്പോഴാണ്? യേശു സ്നാനമേറ്റ ഉടനെ. ഒന്ന് വായിച്ച. ഇനി അത് യേശു സ്നാനമേറ്റ ഉടനെ എന്താ പറഞ്ഞെന്ന്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ. 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനം നിവർത്തിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, ഈ നീതി നിവർത്തിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ യേശു എന്ത് ചെയ്യണമായിരുന്നു?
സ്നാനപ്പെടണം. അപ്പൊ സ്നാനം ആവശ്യമായിരുന്നു, അത്യാവശ്യമായിരുന്നു? ആവശ്യമല്ല, അത്യാവശ്യമായിരുന്നു. സകലതും നിവർത്തിക്കപ്പെട്ടു എന്നാണ് അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, അല്ലേ? സകലതും നിവർത്തിക്കപ്പെടണമെന്നുണ്ട്. യേശുവിന് സ്നാനം എന്തായിരുന്നു? അപ്പം നമ്മളായിരിക്കുന്ന മനുഷ്യർക്ക് എന്തുമാത്രം ആവശ്യമാണ്? ഇതെല്ലാം ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ ലൈനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മനസ്സ് ഇങ്ങനെ കേട്ടു ചിലർ പോയി വിടുന്നെന്നുള്ളതേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്നുള്ള വിവരം എനിക്കറിയത്തില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ യോഹന്നാൻ പറയുന്നത് എന്നാണെന്നറിയാമോ? എനിക്ക് നിന്നാൽ സ്നാനം ഏൽക്കുവാൻ ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. പറയുന്നത് എനിക്ക് നിന്റെ വെറുപ്പിന്റെ കുനിഞ്ഞഴിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. എന്തുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്? നീ ദൈവത്തിന്റെ പുത്രനാണ്, നീ സർവാദി സർവത്തിന്റെയും ദൈവമാണ്. എനിക്ക് നിന്റെ കുനിഞ്ഞ് നിന്റെ കാലിലെ ചെരുപ്പ് അഴിക്കാൻ പോലും എന്തോ ഇല്ല, യോഗ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പം ആരാണ് വലിയവൻ? യേശു. ഇനിയും മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 7-8 വാക്യം ഒന്ന് വായിച്ചോട്ടെ. എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. എന്തുകൊണ്ട് ഇദ്ദേഹം പറയുന്നു ഇവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ടും യേശു ഈ മനുഷ്യനാൽ സ്നാനം ഏറ്റു? തന്നെക്കാട്ടിൽ 6 മാസം കൂടുതൽ മാത്രമേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പം യേശുവിന് 30 വയസ്സുണ്ടെന്നുണ്ടെങ്കിൽ 33.5 വയസ്സേ ഉള്ളൂ ആകെ യോഹന്നാൻ സ്നാപകന്. ആണോ? 30 വയസ്സ്. ഈ 6 മാസം പ്രായം കൂടിയവന്റെ അടുക്കൽ വന്ന് സ്നാനപ്പെടാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? അറിയണോ വേണ്ടായോ? അറിയണം. അത് ഒന്ന്, ഇത് ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെടണം. എന്താണ് ദൈവത്തിന്റെ നീതി? അത് യേശു ദൈവപുത്രൻ എന്ന് അംഗീകരിക്കപ്പെടണം. സ്വർഗം അംഗീകരിക്കണം, സ്വർഗം ഡിക്ലെയർ ചെയ്യണം. എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. ആ ഡിക്ലെയർ ചുമ്മാതെ പറഞ്ഞു എന്നപ്പോഴ ഒരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്നാണ് ഡിഗ്രി വരുന്നത്. ആ ഡിഗ്രി ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോടതിയിലെ ജഡ്ജാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ആണോ അല്ലയോ? എഴുതിയാ മതിയോ? ഇപ്പൊ സർവശക്തനായ ദൈവം, പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ആ ഡിഗ്രി എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു. I will declare a decree. You are my beloved son. Today I have ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇന്നാണ് അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് വരെ യേശുവിനെ നിന്റെ ബിലവഡ് സൺ ആണെന്ന് എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? ഡിക്ലെയർ ചെയ്തിട്ടില്ലായിരുന്നു. ഇനി അടുത്ത കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഇത് മനസ്സിൽ ചിന്തിക്കുക. ഓക്കെ, യേശു ഒരിക്കലും ഞാൻ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ആരോടും പറയാൻ ശ്രമിക്കുന്നില്ല. എന്താണ് പറയുന്നത്? എപ്പോഴും പറയുന്നത് എന്താണ്? ഞാൻ മനുഷ്യപുത്രനാണ്. അതെന്താണെന്ന് എന്തിനുകൊണ്ടാ പറയുന്നത് വരും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. എന്തുവാ നിങ്ങൾ ഇതിന്റെ കേൾക്കുന്നത്? എന്തുവാ, എന്തിനാ കേൾക്കുന്നത്? യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ യേശുവിന് ഈ ഭൂമിയിലൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അത് കാരണം നിങ്ങൾക്ക് അറിയത്തില്ല. എന്താ കാരണം? ദൈവത്തിന് കംപ്ലീറ്റ് അധികാരം ഭൂമിയിലുണ്ടോ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ പ്രവർത്തിക്കുന്ന മനുഷ്യരാ. യേശുവിനെ പ്രവർത്തിക്കാൻ നമ്മുടെ കൈകള്, കാലുകള്, കണ്ണുകളെല്ലാം ആവശ്യമാണ്. അത് വേറെ കാര്യം. യേശുവിനെ ഡയറക്റ്റ് പ്രവർത്തിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് ദൈവത്തിന് പറ്റത്തില്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കണം. പറ്റുകയില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ വേറെ രീതി പോകുന്നത്. കാരണം ദൈവം സകലതും ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു.
നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളെ കൊടുത്ത് പോടാ മോനെ വണ്ടി എടുത്തോണ്ട് പൊക്കോടാ, നീ എവിടെ വേണേലും പൊക്കോടാന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം 16 വയസ്സുള്ള ഒരു കൊച്ച അപ്പനെയും അമ്മയും പെരക്കകത്ത് പൂട്ടിയിട്ടേച്ച് വണ്ടി എടുത്തോണ്ട് പോയി, എന്നിട്ട് ചത്തു കിടന്നു. അവൻ ആക്സിഡന്റ് ഉണ്ടായി, അവൻ ചത്തുപോയി. എന്താ ചെയ്യാൻ പറ്റും? അവൻ ചാകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ അപ്പനും അമ്മയും എന്ത് ചെയ്തേനുമായിരുന്നു? അപ്പൊ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ് ചെയ്ത് ജീവനോടിരിക്കാതെ പിന്നെ ജീവിതത്തിൽ പറയും, നീ മോനെ ഇനി നിനക്ക് പ്രായമാകുന്നത് വരെ, എഴുന്നേറ്റ് നടക്കുന്നത് വരെ ഞാൻ എന്ത് തരത്തില്ല, വണ്ടി തരത്തില്ലെന്ന് പറയും. പക്ഷെ ദൈവമോ, നീ കുളമാക്കിയാലും ശരി നിന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കത്തില്ല. ദൈവം ആദാമിന്റെ കയ്യിൽ കൊടുത്തത് വല്ലതും തിരിച്ചെടുത്തോ? തിരിച്ചെടുത്തില്ല. പിന്നെ എങ്ങനെയാ പിന്നെ ദൈവത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് യേശു എപ്പോഴും പറയുന്നത്, ഞാൻ ആരാണ്? മനുഷ്യപുത്രൻ. മനുഷ്യപുത്രന് മാത്രമേ. നിങ്ങൾ മനുഷ്യപുത്രന്മാരാണോ അതോ ദൈവം അല്ലേ? അതോ സ്വർഗത്തിൽ കൂട്ടി വളച്ച് താഴോട്ട് വന്നാന്നോ? അപ്പൊ മനുഷ്യപുത്രന്മാർക്കാണ് അധികാരമുള്ളത്. അത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ. ഇപ്പം യേശു യോഹന്നാൻ സ്നാപകൻ എന്താ പറയുന്നത്? യേശുവിന്റെ അടുക്കലാണ് സ്നാനപ്പെടാൻ വന്നേക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് വായിച്ചു. യോഹന്നാന സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം ആദ്യം വായിച്ചാണ്. യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. ഇനി 29 മുതൽ 33 വരെയുള്ള വാക്യം വായിച്ചാട്ടോ. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടുത്തേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നുവെന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ 29 മുതൽ 33 വരെ. Okay. John 1:29. The next day John saw Jesus coming unto him and said, behold, the Lamb of God who take away the sins of the world. This is he of whom I said, after me comes a man who is preferred before me, for he was before me. And I knew him not, but that he should be made manifested to Israel. Therefore I come baptizing you with water. Hold on. ഇവിടെ എഴുതിയിരിക്കുന്ന ഐ ന്യൂ ഹിം നോട്ട്. വാസ്തവത്തിൽ യോഹന്നാൻ അറിയാം. പക്ഷെ ഇപ്പൊ പറയാണ് ഐ ന്യൂ ഹിം നോട്ട്, എനിക്ക് അവനെ അറിയത്തില്ല. എന്താ അറിയത്തില്ലാത്തത്? അവിടെ പറയുന്നത്, but that he should be made manifest to Israel, therefore I come to baptize with water. അപ്പൊ യോഹന്നാൻ എന്തിനാ വന്നത്? അവനെ ഇസ്രായേലിൽ വെളിപ്പെടുത്തേണ്ടതിനാണ്, സ്നാനം കഴിപ്പിക്കാൻ വന്നതാണ്. അപ്പൊ യോഹന്നാനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതാണ് ദൈവം. എന്തിനു വേണ്ടി? ടു ബാപ്റ്റൈസ്, സ്നാനപ്പെടുത്താൻ. അപ്പൊ യേശുവിനെ സ്നാനപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പോയിന്റ് ചെയ്ത ഒരാളെ യേശുവിന് മുമ്പേ അയച്ചിരിക്കുകയാണ്. അപ്പൊ യേശുവിന് സ്നാനം ആവശ്യമായിരുന്നോ അത്യാവശ്യമായിരുന്നോ? ആവശ്യമെന്നല്ല പറയണ്ടേ, അത്യാവശ്യമാണ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വേർഡ് 30 and 31 and 32 and 33. 32 first. And John bore record saying, I saw the Spirit descending from heaven like a dove, and it abode upon him. And I knew him not, but he that sent me to baptize with water, the same said unto me, upon whom you shall see the Spirit descending and remaining on him, the same is he
who baptized with the Holy Spirit. ഓക്കെ, ഇവിടെ വായിച്ചത് ഐ ന്യൂ ഹിം നോട്ട്, then എന്നിട്ട് പറയുന്നത് എന്താണ്? But he that sent me to baptize with the water. Somebody sent him. Who sent him? God the Father sent him. God the Father. God the Father sent him to baptize Jesus Christ. And he is appointed to baptize Jesus. Hallelujah. But now you tell me, if it is very important for to take the water baptism, how much important for us to take the water baptism? Very important. Very important. അത് നമ്മൾ ഇതിനെയൊക്കെ വെറും നിസാരമായിട്ട് കരുതിയേക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നത്, and the same that said to me, upon whom thou shalt see the Spirit descending and reminding him, not only descending and going away, reminding him. അപ്പൊ അതേ ആത്മാവിനെ തന്നെയാണ് നമുക്ക് തന്ന ആ ആത്മാവ് ഈസ് റിമൈൻഡിങ് ടു യു ഓൾസോ. നമ്മുടെ മേലും ആ ആത്മാവ് വന്ന് എന്ത് ചെയ്യാണ്? വസിക്കുകയാണ് ചെയ്യുന്നത്. ദൈവാത്മാവ് വസിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ ഇതിനകത്തില്? നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേലും ഉണ്ട്. നിങ്ങൾ കരം പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും ആത്മാവില്ലാത്ത ഒരുത്തനും ഇവിടെ വന്നിട്ടില്ലെന്നേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. അപ്പൊ നിങ്ങളിലെല്ലാം ആരുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് staying with you and he is guiding you all the time. നിങ്ങൾക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. എത്ര പെർസെന്റേജ് ഉണ്ട്? 100%. 100%. എന്നിട്ട് നമ്മൾ എത്ര പെർസെന്റേജ് വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ വിശ്വസിക്കുന്നതില്ല. അതായതൊക്കെ രസം. പിന്നെ കരഞ്ഞു വിളിച്ചോണ്ടിരിക്കുക. അടുത്തത്, ദോഷികളാകുന്ന നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ, അപ്പൊ നമ്മള് നല്ലത് കൊടുക്കുന്ന നമ്മളെ ദൈവം എന്താ വിളിച്ചിരിക്കുന്നത്? ദോഷികൾ. എന്നിട്ട് പിതാവിനോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം. എന്തിനാ പരിശുദ്ധാത്മാവിനെ തന്നേക്കുന്നത്? ആ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് സകല കാര്യങ്ങളും വെളിപ്പെടുത്തി തരുന്നത്, അവനുള്ളത് മുഴുവനും. നമ്മളിവിടെ ഒന്നും അറിയാൻ വയ്യാത്തവരെ പോലെ നടക്കുകയാണ്. ഇതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ട്രൈ ടു എന്താണ് അതിന് പറയേണ്ടത്, എഡ്യൂക്കേറ്റ് യു ഹൗ ടു ഗെറ്റ് ദ തിങ്സ് ഫ്രം ഗോഡ്. നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് എങ്ങനെയാണ് പ്രാപിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. വളരെ സിമ്പിളാണ്. ദൈവവചനം വളരെ സിമ്പിളാണ്. ദൈവം വളരെ സിമ്പിളാണ്, വളരെ സ്നേഹവാനാണ്. അത് നിങ്ങൾക്ക് പ്രാപിക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. ഈസി ആയിട്ട് പ്രാപിക്കാൻ പഠിക്കണം. പഴയ നിയമത്തിലെ പോലെ ചട്ടങ്ങളും കർമ്മങ്ങളും ഒന്നുമില്ല. ആരുടെ കാല് പിടിക്കണ്ട. നമുക്ക് ഡയറക്റ്റ് കേന്ദ്രത്തിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് കേന്ദ്രത്തിലോട്ട് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അതാണ് കുഴപ്പം. നിങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സിസ്റ്റം നിങ്ങളൊന്ന് പഠിച്ചു കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വർഗീയ ഗവൺമെന്റിന്റെ സിസ്റ്റം ഇവിടെ വായിച്ചത് 33-ാമത്തെ വാക്യത്തിനകത്ത് മലയാളത്തിൽ വായിച്ചൊന്ന് വായിച്ചാൽ ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നുവെന്ന് പറഞ്ഞു. അപ്പം നീ കാണുന്ന നിന്നെ സ്നാനം കഴിപ്പിക്കാൻ അയച്ചു വെക്കുന്നത്. അപ്പൊ സ്നാനം യേശുവിന് എന്തായിരുന്നു? അത്യാവശ്യം. അത് മാത്രമല്ല, അത് അവൻ മനുഷ്യനായതുകൊണ്ടല്ല, എങ്കിൽ മാത്രമേ അവനെ ദൈവപുത്രൻ എന്ന് എന്ത് ചെയ്യത്തുള്ളൂ, സ്വർഗം ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ട് കഴിയുന്ന ഉടനെ നിങ്ങൾ ദൈവ മക്കളായി. പിന്നെ അതിനുശേഷം നിങ്ങളെ ഡിക്ലെയർ ചെയ്യപ്പെടണം. എന്താ ചെയ്യപ്പെടണം? ഒരു ഡിക്ലറേഷൻ വേണം. അത് പരസ്യമായിട്ടായിരിക്കണം. അത് യേശു പരസ്യമായിട്ടാണ് സ്നാനപ്പെട്ടത്. ഇതെല്ലാം മനുഷ്യർക്ക് ഹൈഡ് ചെയ്ത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും എന്നിട്ട് അങ്ങനെ ഞാൻ കാണുകയും
ഇവൻ ദൈവപുത്രൻ എന്ന് തന്നെ സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. ഞാൻ സ്നാനപ്പെടുത്തി കണ്ടു. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഞാനും നിങ്ങളും ആരാണെന്നുള്ളതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. ഞാൻ നിങ്ങൾക്ക് ഒന്ന് വെളിപ്പെടുത്തി തരാൻ പോവാണ് അടുത്ത ഭാഗത്തേക്ക് തിരിയുന്നതിന് മുമ്പ്. ഓക്കെ, മാത്യു 11:11 മലയാളം ആൻഡ് ഇംഗ്ലീഷ്. മാത്യു 11:11. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ആ. യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ആ. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. Okay, can you read in English, please? Verily I say unto you, among them that are born of a woman, there has not risen a greater than John the Baptist. Yet he that is the least in the kingdom of heaven is greater than he. What is it Lord Jesus is saying? One who is in the kingdom of heaven, kingdom of God, he is greater than who? John the Baptist. അപ്പൊ ഞാനും നിങ്ങളും ആരാണ്? യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനോ ചെറിയവനോ? പറഞ്ഞേ. എന്നിട്ട് നമ്മൾ ആരെ പോലെ നടക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന ആരെ പോലെ? നമ്മുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും ആരെ പോലെയാ? പറഞ്ഞേ. മോശയെക്കാട്ടി വലുതാണോ നിങ്ങള്? മോശയെക്കാട്ടി വലിയ ആൾക്കാരാണോ നിങ്ങള്? ഏലിയാവിനെക്കാട്ടി വലിയ ആൾക്കാരാണോ? എന്നിട്ട് നമ്മുടെ പ്രാർത്ഥന ആരെ പോലെ? ചെറിയവരാണ്. നിങ്ങൾ ഒന്നുമില്ലാത്തവരെ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏതുമല്ല കർത്താവേ, ഒന്നുമില്ല കർത്താവേ, പൊടിയാണ്, പുഴുവാണ്, കൃമിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. യേശു ഡിക്ലെയർ ചെയ്തു, നിങ്ങൾ യോഹന്നാൻ സ്നാപകനെക്കാട്ടിൽ വലിയവനാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവന് വൺ ഹൂ ഈസ് ബോൺ. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം, വെറി ഐ സേ അൺടു യു among them that were born of woman there had no reason greater than the John the Baptist. അപ്പൊ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനെക്കാട്ടി ഒരുത്തനുമില്ല വലിയവൻ. Nobody is greater than John the Baptist. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഓക്കെ, അടുത്ത ഭാഗത്ത് പറയുന്നത് he that is least in the kingdom of God എന്ന് പറഞ്ഞാൽ ഏറ്റവും കുഞ്ഞൻ, സ്വർഗരാജ്യത്തിലെ ഏറ്റവും കുഞ്ഞൻ ആരെക്കാട്ടി വലിയവനാ? യോഹന്നാനേക്കാൾ വലിയവനാ. അപ്പൊ നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് ദൈവം തന്നേക്കുന്നത്? വലിയ സ്ഥാനം. എന്നിട്ട് ആരെപ്പോലെ നടക്കുന്ന പ്രാർത്ഥനയും പറച്ചിലും ഒക്കെ? ഭിക്ഷക്കാരെ പോലെ. നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്നേ. ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ആരാന്ന് നിങ്ങളെ തന്നെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക. നിങ്ങൾ നിസാരക്കാരാണോ? ഇതിനകത്ത് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നിസാരക്കാരാണോ? നിങ്ങളെ മറ്റുള്ളവരെന്താ നിങ്ങളെ ചവിട്ടി താക്കാൻ നോക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ട് നമ്മളെ എന്തോ ചെയ്യും മനുഷ്യൻ? ഈ ഇഗ്നറന്റ് ഈസ് എ വെരി ബിഗ് മിസ്റ്റേക്ക്. അറിവില്ലായ്മയാണ് നിങ്ങളെ അറിവില്ലാത്തവരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു ഉപദേശി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇച്ചിരി മുമ്പേ ഷേലി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഉപദേശി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. യൂട്യൂബിനകത്തല്ല, നമ്മുടെ ഇതിനകത്തില് ഏതാ പവർ വിഷനകത്ത് ഒരു ഉപദേശി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രായമുള്ള. അപ്പം അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഭാഗം ഇതായിരുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന് ഒന്നെടുത്താട്ട്, നിങ്ങൾ ഇണയില്ലാപ്പിട കൂടരുത് എന്നുള്ള ഒരു ഭാഗമുണ്ട്. എവിടെയാന്ന് നോക്കിയിട്ട് അവിശ്വാസികളുമാണ്. അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചാട്ട്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ ഒരു കൂട്ടായ്മ. ഇനി ഞാൻ ഈ നിർത്തിക്കാണ്. ഏത് അവിശ്വാസികളോടാണ്? ഹിന്ദുക്കളോടോ, മുസ്ലിങ്ങളോടോ, അതോ മറ്റുള്ള ഭട്ടന്മാരോടോ? ആരോടാ അവിശ്വാസികളോട് എന്ന് പറഞ്ഞ? ആരോടാ ഇണയില്ലാപ്പിണ കൂടരുതെന്ന് പറഞ്ഞേക്കുന്നത്? അവിശ്വാസികളുമായിട്ട്. അതെന്താ പുള്ളി പറയാത്തത്? എന്താ
താഴോട്ട് വായിച്ചു. അവിശ്വാസികളോടെന്നാ എനിക്ക് ഏത് അവിശ്വാസിയാ? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തോ ഒരു പൊരുത്തം. അടുത്ത് വായിച്ചു. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലയോ? ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുതേ. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. വേറൊരിടത്ത് ഇതേ കാര്യം തന്നെ പൗലോസ് പറയുന്നുണ്ട്. നിങ്ങൾ ലോകത്തിലുള്ള അവിശ്വാസികളോടല്ല ഇണയില്ലാപ്പിണ കൂടരുത്, വിശ്വാസികൾ എന്ന് പറയുന്ന അവിശ്വാസികളോട് എഴുതിയിട്ടുണ്ട്. ഉണ്ടോ എവിടെയും? അത് തന്നെയാണ് ഈ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താ ഈ പുള്ളി പറയാത്ത? എന്താ പറഞ്ഞു കൊടുക്കാത്ത? എന്താ ഈ പകുതി അങ്ങ് വിഴുങ്ങും, പകുതി എന്തോ ചെയ്യും? അങ്ങ് വിഴുങ്ങും, എന്നിട്ട് പകുതി പറയും. എന്തുകൊണ്ടാ? അത് കേട്ടോണ്ടിരിക്കാൻ നല്ല സുഖമാ. അതുകൊണ്ട് മനുഷ്യൻ എന്തോ ചെയ്യും? നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധവും വേണ്ട, അടുത്ത് മാറി നിന്നു. പക്ഷെ ഏതവനുമായിട്ടാ മാറിയിരിക്കേണ്ടത്? ഈ വിശ്വാസി എന്ന് പറയുന്ന അവിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. അവരുമായിട്ടുള്ള കഥയാണ് ഈ പറഞ്ഞേക്കുന്നതെല്ലാം. ബെന്തിക്കോസ് കോളത്തില് എന്തോ ബെന്തിക്കോസ് കോളത്തിലാണ് വിശ്വാസികളല്ലാത്ത അവിശ്വാസികളായിരിക്കും നടക്കുന്നത്. ഇതിന്റെ കാര്യം പറഞ്ഞു തരുന്നത് ഷിബു പീഡിയക്കൽ. ഷിബു പീഡിയക്കലാണെന്നുള്ള അതൊന്നും എനിക്കറിയാം. ഷിബു പീഡിയക്കൽ നിങ്ങളുടെ കൂടെ അതേ ആരാധനയ്ക്ക് വരുന്നത് അല്ലല്ലോ. അവരിരിക്കേണ്ട, പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ കണ്ണത്തിൽ അങ്ങ് എടുത്തുവെച്ചാൽ മതി. ഇനി പോട്ടെ, ഇനി നമ്മൾ അടുത്തതിലോട്ട് വരാം. യോഹന്നാൻ സ്നാപനെക്കാട്ടി വലിയവരാണെന്ന് നിങ്ങൾ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പദവി എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇനി 3-ാം അധ്യായത്താണ്. അതിന്റെ 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 6 മുതൽ വാക്യം. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കും. അപ്പൊ നിങ്ങളിൽ ആർക്കാണ് ആത്മാവിന്റെ ശുശ്രൂഷ ദൈവം തരാതിരുന്നിട്ടുള്ള? ആർക്കാ? നിങ്ങൾ എന്നോട് പറഞ്ഞു. നിങ്ങളിൽ ആർക്കെങ്കിലും ആത്മാവിന്റെ ശുശ്രൂഷ ദൈവം തരാതിരുന്നിട്ടുണ്ടോ? ഇല്ല. അത് ഉപയോഗിക്കാത്ത എന്താ? വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. അടുത്ത വാക്യം വരെ. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊടുത്തിരിക്കുന്ന വായിച്ചു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകയില്ലയോ? അപ്പൊ മോശയുടെ ശുശ്രൂഷയെക്കാട്ടി കൂടിയ ശുശ്രൂഷയാണ് നിങ്ങൾക്ക് എനിക്ക് തന്നേക്കുന്നത്, ആണോ? അതെ. എന്നിട്ട് ആരെ പോലെയാ ശുശ്രൂഷിക്കുന്ന? ആരെ പോലെയാ നമ്മള്? യാചകരെ പോലെ. നിങ്ങൾ ഉണർന്നെഴുന്നേക്കണോ വേണ്ടയോ? പറഞ്ഞേ. നെഞ്ചത്ത് കരം വെച്ചിട്ട് പറഞ്ഞാട്ടെ, ഞാൻ ഉണർന്നെഴുന്നേറ്റേ പറ്റുള്ളൂ പറയാം. എന്നാലേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ നിങ്ങൾ വേറെ ആരെ വിളിക്കണ്ട, നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് മരുന്ന്. ഹലോ, പറഞ്ഞേ, എന്റെ വീട്ടിലെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ എന്റെ കയ്യിൽ തന്നെ കർത്താവ് മരുന്ന് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ എന്ന് പറഞ്ഞാൽ അത് പോവുക തന്നെ ചെയ്യും. പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ എന്ന് പറഞ്ഞാൽ അത് പോവുക തന്നെ ചെയ്യും. പറഞ്ഞേ, നിങ്ങൾ ധൈര്യത്തോടെ പറയാൻ പഠിക്കുന്നേ. നിങ്ങളിൽ ആരാണ് നിസാരക്കാരുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
നിങ്ങളെല്ലാം കർത്താവിന്റെ ശുശ്രൂഷകരല്ല, കർത്താവിന്റെ മക്കളാണ്. ആരാണ്? Amen. ആമേൻ. ദൈവത്തിന്റെ മകനാണ്, മകളാണെന്ന് പറഞ്ഞാട്ടെ. ഞാൻ ദൈവത്തിന്റെ മകളാണെന്ന് പറഞ്ഞാട്ടെ, അല്ലെ മകനാണെന്ന് പറഞ്ഞാട്ടെ. ഞാൻ ദൈവത്തിന്റെ മകളാണ്. ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. അതുകൊണ്ട് ദുഷ്ടശക്തി എല്ലാ അസ്വസ്ഥതയും എന്റെ കുടുംബത്തിൽ നീങ്ങി പോകട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ മക്കളെ, നിങ്ങൾ ആരാണെന്നൊന്ന് ചിന്തിക്ക. നിങ്ങളെല്ലാം പറഞ്ഞല്ലോ, നിനക്കറിയാമോ ഞാൻ ഏത് കുടുംബത്തിൽ നിന്ന് വന്നാന്ന് പറയാൻ അറിയത്തില്ല. അറിയാമോ അറിയത്തില്ലയോ? അറിയാം. എല്ലാവർക്കും അറിയാം. ഏത് കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നതെന്ന് അറിയാം. നിങ്ങളുടെ കുടുംബം ഞാൻ കാണിക്കട്ടെ. ഇനിയും ആർക്കെങ്കിലും നിങ്ങളുടെ കുടുംബം കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? എത്ര പേരുണ്ട് കുടുംബം കാണണമെന്ന് ആഗ്രഹമുള്ളവര്? ഓക്കെ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്താണ്. അതിന് 19-ാമത്തെ വാക്യം വായിച്ചാണ് നിങ്ങളുടെ കുടുംബം കാണുന്നതായിരിക്കും. സ്വർഗത്തിലെ കുടുംബം 2:19. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. നിന്റെ ഏത് വീട്ടിലാ നീ? ദൈവത്തിന്റെ വീട്ടുകാർ. വായിച്ച സൂസൻ ഒന്ന് വായിച്ചാണ് എടുത്താനാസി. Now therefore you are no more strangers and sojourners, but fellow citizens with the saints and of the household of God. Okay, who are you? Susan, ഇങ്ങോട്ട് നോക്കിയേ. Susan, who you are in the ഏതാണ്, ഏത് വീട്ടിലെ സൂസന്? House of God, ദൈവത്തിന്റെ ഭവനം. അപ്പൊ ഇനി നിങ്ങൾ എന്തിനാ മറച്ചു നിൽക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ പോരാടിക്കൊണ്ട് നിൽക്കുന്ന എല്ലാ രോഗബന്ധനങ്ങളോടും യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാട്ടെ, ഇന്ന് മുതൽ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാട്ടെ. ഇന്ന് മുതൽ ആരാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കും യേശുവിന്റെ നാമത്തിൽ. ഇനി യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 23 യോഹന്നാനും ശാലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ചൊരു വാദം ഉണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാനക്കര നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, അവിടെ നിർത്തിക്കട്ടെ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവരെവിടെയാ സ്നാനപ്പെട്ടത്? എവിടെയാണ്? യോർദാനില്. വെള്ളത്തിൽ മുങ്ങിയാണ് സ്നാനപ്പെട്ടത്, ആണോ അല്ലയോ? അതെ. അപ്പൊ സ്നാനം എങ്ങനെയുള്ളതാ? മുങ്ങൽ സ്നാനം. ഇറങ്ങി മുങ്ങണം. വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയാണ് സ്നാനപ്പെടേണ്ടത്. അപ്പം ഇത് നിസാരമായിട്ടാണോ കരുതേണ്ടത്? അല്ല. അപ്പം ഇവിടെ യോഹന്നാൻ വളരെ വെള്ളം ഉണ്ടായിരുന്നു, അവിടെ പോയി സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇനി അടുത്തത്, യേശുവിന്റെ ശിഷ്യന്മാർ അവിടെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നോണ്ട് ആൾക്കാർ വന്ന് പറഞ്ഞു, നീ പറഞ്ഞവൻ വേണ്ട അവിടെ ഇന്ന് അവരെ കൊണ്ട് സ്നാനപ്പെടുത്തിക്കുന്നെന്ന് പറഞ്ഞോണ്ടേ അവിടെ എന്ന് പറയുന്നത്. അതിന് 27-28. സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്രേ. ഒരു മിനിറ്റ്. അതിന്റെ 27-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം മലയാളത്തിൽ ഇംഗ്ലീഷിലും കൂടെ വായിച്ചാൽ. സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയുകയില്ല. John answered and said, a man can receive nothing except it be given from him from heaven. അപ്പൊ നിങ്ങൾക്കെല്ലാം ഹെവനിൽ നിന്ന് ലഭിച്ചവരാണോ? അതെ. Do you got everything from heaven? ആമേൻ. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നെല്ലാം ലഭിച്ചവരാണോ അല്ലയോ? It can be given from ലഭിച്ചവരാ. പറഞ്ഞാട്ടെ, എനിക്ക് കിട്ടിയത് മുഴുവൻ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നാണ്. പറഞ്ഞാട്ടെ, അതുകൊണ്ട് ഞാൻ അത് യൂട്ടിലൈസ് ചെയ്യും.
ജ്ഞാനദീപങ്ങളെ നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നെ ഉപയോഗിക്കണ്ടേ? ആമേൻ. അത് ഈ നമ്മളത് കക്ഷത്തിൽ വെച്ചോണ്ട് നടക്കുക. എവിടെ വെച്ചോണ്ട് ഉരുട്ടിക്കുട്ടി എവിടെ വെച്ചോണ്ട് നടക്കുക? സ്തോത്രം സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്തോത്രം. കിട്ടിയതിനെ ഉപയോഗിക്കേണ്ട ചുമതല ആരുടേതാ? നമ്മുടെ ഞങ്ങളുടെ തന്നെ. So your responsibility. Your responsibility. ആമേൻ. നമ്മുടെ റെസ്പോൺസിബിലിറ്റി മറന്നിട്ട് വേറൊരാളോട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ റെസ്പോൺസിബിലിറ്റി അല്ലയോ ആ കുഞ്ഞിനെ മുല കൂട്ടി വളർത്തുക എന്നുള്ളതാണോ അല്ലയോ? അത് വേറെ വല്ലവരുടെയാണോ? ഹല്ലേലൂയ, സ്തോത്രം. ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു കുടുംബത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു വ്യക്തിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ സ്വർഗത്തിൽ നിന്ന് വന്ന് കിട്ടിയവൻ യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയത്തില്ല. അപ്പൊ എനിക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ അത് ഉപയോഗിച്ചില്ല, പിന്നെ ആരുപയോഗിക്കും? സ്വർഗത്തിലെ ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ആരോടാ ചോദിക്കണ്ടേ? യേശുവിന്റെ അടുക്കൽ ചെല്ലണം. ആരടുക്കൽ ചെല്ലണം? ഹല്ലേലൂയ, സ്തോത്രം. അത് സുവിശേഷങ്ങളിനകത്തുണ്ട് യേശു എന്തൊക്കെ തന്നേക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് തന്നേക്കുന്ന ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് ഞാനിവിടെ അവസാനിക്കാം. നമ്മുടെ സമയം കഴിഞ്ഞായി. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം അധ്യായം അതിന്റെ 1-2 വാക്യം ഒന്ന് വായിച്ചാണ്. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞു. മതി. അപ്പം ഈ വ്യാധികളെ സൗഖ്യമാക്കണം. വ്യാധി എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെ പുറത്താക്കണം, വ്യാധികളെ സൗഖ്യമാക്കണം. ആരുടെ റെസ്പോൺസിബിളാ? നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ അതിന് ആരോട് പറഞ്ഞുകൊണ്ട് കിടക്കുക? 10-ാം അധ്യായം എടുത്താട്ട് അതിന്റെ 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ചു. പാമ്പുകളെയും തേളുകളെയും 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ഓക്കെ, സൂസൻ അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചോട്ടെ. He that hears you hears me, and he that despise you despise me, and he that despise me despise him that sent me. Okay, what is that telling you, Susan? What is that telling you? Whatever you say, what happened? It becomes the God's word, right? Yeah. നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ ആരുടെ വാക്കായിട്ട് മാറുമെന്ന് യേശു പറഞ്ഞു. ദൈവത്തിന്റെ വാക്കായിട്ടും. ദൈവത്തിന്റെ അപ്പൊ പിന്നെ പറയേണ്ട ജോലി ആരുടേതാ? നമ്മുടെ. ഇത്രയും വലിയ അധികാരം നിങ്ങളുടെ കൈ കിട്ടിയിട്ട് ഇവിടെ വെച്ചോണ്ട് നടക്കുക. അച്ചാറിട്ട് വെച്ചിരിക്കുക, പുഴുങ്ങി. പിന്നെ എനിക്ക് അങ്ങനെ എന്ത് കിട്ടിയാലും വിഷാലി അച്ചാറിടും. പക്ഷെ ഞാൻ ഈ അച്ചാറെന്ന് പറഞ്ഞ സാധനം തിരിഞ്ഞു പോലും നോക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യം. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കടന്നു വന്നിരിക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പദവി, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉന്നതമായ കാഴ്ചപ്പാട്, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള കൃപ നിന്റെ മക്കളുടെ മേൽ സർവ്വത്തിനും മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 36 പേരോളം കർത്താവ് ഇതിനകത്തിലുണ്ടല്ലോ കടന്നു വന്നിരിക്കുന്ന each and every individual. I am praying for each and every individual in this prayer group right now. Everyone to use their responsibility, to use their authority, and use that for their purpose and for another people. കർത്താവെ, അവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി അത് ഉപയോഗിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ സഹായിച്ചാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.